സോനു നിഗം സാറിനെ കാണാനിടയായത് ശ്രീനിവാസ് സാർ വഴിയാണ്. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഞാൻ ആ റീല് കണ്ടിരുന്നു. അപ്പൊ എന്തായിരുന്നു ശരിക്കും സോനു സാറിനെ കാണാനുള്ള ഇൻസിഡന്റ്? ഇതിനൊക്കെ കാരണമായത് സൂന സൂന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. സൂന 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 സൂന, ആ ഒരു 3 സാധനം ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാണ് സോനു നിഗം സാറിന്റെ. അപ്പോ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ പാടാൻ പറ്റണം. പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം, ഒരു ഉറക്കം കിട്ടൂല. അത് കിട്ടുന്നത് വരെ ഒരു സമാധാനം. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഭാവം അതിനേക്കാൾ ഫോക്കസ് എനിക്ക് ഇങ്ങനത്തെ സാധനം. ഓക്കെ, അത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പാടിയിടുന്നു. അപ്പൊ അതിനിങ്ങനെ വ്യൂസ് ഇങ്ങനെ കൂടും. ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനത്തിനാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വ്യൂസ്. പിന്നെ കിച്ചണിൽ കുക്ക് ചെയ്തോണ്ട് പാടുന്നത് ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ശ്രീനിവാസ് സാർ കാണാനിടയായി. അപ്പൊ ശ്രീനിവാസ് സാർ സോനു നിഗം സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ സാർ അത് കണ്ടിട്ട് എനിക്ക് കമന്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഞാനത് ആക്ച്വലി അന്ന് എനിക്ക് ദുബായിലോ മറ്റോ പ്രോഗ്രാം ഉണ്ടായിട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല, ഫ്ലൈറ്റിലാവുമ്പോ ഇത് കാണാൻ പറ്റില്ലല്ലോ, വൈഫൈ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നാട്ടിലെത്തി നോക്കുമ്പോ ഒരു ചാറ്റ്, ചേച്ചി സോനു നിഗം സാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓടിപ്പോയി നോക്കുമ്പോൾ സോനു സാറിന്റെ കമന്റ്. എനിക്ക് കുറച്ച് സമയത്തേക്ക് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടെന്നുള്ളൊരു ഒരു രൂപം കിട്ടുന്നില്ല. കാരണം എന്താ പറയണ്ടേ, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, നമ്മള് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിലുള്ള വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാള് അല്ലേ, നമ്മൾ കാണാത്ത. അതെ, അതും ഒരു ചെറിയ ഗായിക. ഞാനൊക്കെ എന്താ വളർന്നു വരുന്ന, എനിക്ക് ഇപ്പോഴും മ്യൂസിക്കിൽ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ഇല്ല. ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണ് ഞാൻ മ്യൂസിക്, വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക്. അപ്പൊ അങ്ങനെ ഞാൻ പാടിയ ഒരു പാട്ടിൽ സാറ് വന്ന് കമന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ ഈ ചെയ്യുന്ന ഈ ഹാർഡ് വർക്കിനൊക്കെ എന്തോ ഒരു ഫലം എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ബൂസ്റ്റായി, ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ശ്രീനിവാസ് ഭായ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട്, അങ്ങനെയാണ് കണ്ടതെന്ന്. നേരെ സാറിന്റെ അടുത്ത് പോയി. അപ്പൊ സാർ എനിക്ക് അവരെ പേഴ്സണൽ ചാറ്റും ഒക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നതെന്ന്. അതിനുശേഷം സോനു സാർ എന്റെ പല പാട്ടുകളും ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറെ സോങ്സ് ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഇപ്പൊ അടുത്ത് ആഡ്ലെക്സിൽ വരുന്നുള്ള ഒരു ഇത് കണ്ടപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ, എനിക്ക് പേടിയുണ്ട്, ബുദ്ധിമുട്ടിക്കാന്ന് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതല്ല, വെൽക്കം ടു അവർ സിറ്റി എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു യെസ്. ഫോളോ ചെയ്തിരുന്നോ? അപ്പൊ സാർ ഫോളോ ചെയ്തു. അത് വിട്ടു പറയാൻ. അപ്പൊ സോന കണ്ടു, വേറെ ഒരു പാട്ട്, അതിനും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം സോനു നിഗം സ്റ്റാർട്ടഡ് ഫോളോയിങ് യു എന്ന് ഇൻസ്റ്റഗ്രാമില്. ഞാനന്ന് സന്തോഷിച്ചിട്ട് തുള്ളിച്ചാടി. ഒരു വഴിയായി. വടേര ഒരു ഗ്രാമത്തിലുള്ള ഒരു 6 വയസ്സുകാരി അല്ലെ 5 വയസ്സുകാരിനെ അല്ലെ, ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു ലെജൻഡ്. അതെ, അപ്പൊ ഫോളോ ചെയ്യുകയാണ്. വളരെ ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് ആണ്. സിനിമാറ്റിക് മൊമെന്റ്. ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാരെയും വിളിച്ച്. പിന്നെ വീട്ടില് ഭയങ്കര സന്തോഷായി. പിന്നെ കണ്ട മൊമെന്റ് അതിലേക്ക് നമ്മൾ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ലൈക്ക് ചെയ്തു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ട് പിന്നെ സാറ് പറഞ്ഞു ഓക്കെ, പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എനിക്ക് കാണാൻ പറ്റുമോ, എനിക്ക് സാറിന് വെയിറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു മ്യൂസിഷ്യൻ എന്നുള്ള ഏറ്റവും വലിയൊരു ഓണർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോ എന്താ കാണാലോ എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ തന്നു. പിന്നെ ഷോന്റെ ടൈമില്, അതായത് നമ്പർ തന്നു, ഞാൻ പറഞ്ഞുതരാം. അവരൊരു നമ്പർ തന്നു. അപ്പൊ നമ്പർ തന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവരുടെ അസിസ്റ്റന്റ് അവരുടെ. അപ്പൊ ഞാൻ സോനു സാറാണ് നമ്പർ തന്നത്. പിന്നെ ഇത് കാണണമെന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വഴി സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ശ്വേത, ദിസ് ഇസ് സോനു നിഗം. അവിടെയും സന്തോഷത്തിന്റെ തിരമാലകളിൽ ഒഴുകി ഞാൻ മാനേജർ ആയിരിക്കുന്നു ചോദിച്ചു. പക്ഷെ സോനു സാറിന്റെ നമ്പറായിരുന്നു. എന്നിട്ട് പ്രോഗ്രാമിനോട് അടുപ്പിച്ചിട്ട് ഞാൻ സാറിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ കൂടെയുള്ള ആളെ നമ്പർ തന്നു. പിന്നെ അങ്ങോട്ടെല്ലാം സ്മൂത്ത് ആയിരുന്നു. അപ്പൊ മുതൽ ഞാൻ പ്രിപ്പറേഷൻ ആണ്, എന്ത് ഡ്രസ്സ് ഇടണം, പാട്ട് പാടേണ്ടി വരുമോ, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നീ ഫോണും എടുത്തിട്ട് എന്റെ കൂടെ വരണം, എന്നിട്ട് ഞാൻ ആ മൊമെന്റ് എനിക്ക് റെക്കോർഡ് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ.
ബാക്ക് സ്റ്റേജിൽ എത്തി. അപ്പോൾ സാർ എത്തിയിട്ടില്ല. വേറെ വഴി കൂടെ വന്ന് ഉള്ളിൽ കയറി അവിടെ ശ്വേത കണ്ടപ്പോ തന്നെ ആള് വേഗം മനസ്സിലായി. അപ്പൊ ഞാൻ അയ്യോ എനിക്ക് അത് ഇപ്പോഴും പറയുമ്പോ ഞാൻ ആ എക്സൈറ്റ്മെന്റ് പുറത്ത് വന്നിട്ടില്ല. കാണുമ്പോഴേ നമ്മൾ എത്ര പാട്ടുകൾ കേട്ടിരിക്കുന്നു. എവിടെ ഉള്ള ആൾക്കാരാ. അതും എനിക്കത് എങ്ങനെ പറയണം, എനിക്ക് എന്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെക്കുന്ന ഒരു കാര്യമാണ്. ശ്വേത പറയുമ്പോ ശ്വേതന്റെ മുഖത്ത പരിപാടി ഉണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ട്. സോനു സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു. എല്ലാം പ്രിയപ്പെട്ടായിരിക്കും സാറിന്റെ. എനിക്ക് किस्मत से तुम हमको मिले हो कैसे छोड़ेंगे ये हाथ हम ना छोड़ेंगे.